ഹരേ കൃഷ്ണ. ഭാവിക്ക് മറ്റൊരു പര്യായമുണ്ട്, അതാണ് സംഘർഷം. ഹൃദയത്തിൽ ഒരാഗ്രഹമുണ്ടാകുകയും അത് പൂർണ്ണമാവുകയും ചെയ്തില്ലെങ്കിൽ അപ്പോൾ ഹൃദയം ഭാവിയെപ്പറ്റി സ്വപ്നം കാണാൻ തുടങ്ങുന്നു. ഭാവിയിലെങ്കിലും ആ ആഗ്രഹം പൂർണ്ണമാകുമെന്ന് നാം സങ്കല്പിക്കുവാനും ആരംഭിക്കുന്നു. പക്ഷേ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്ന ഭാവിയിലുമല്ല, ആ സങ്കല്പങ്ങളിലുമല്ല. ജീവിതം എന്തെന്നാൽ ഈ ക്ഷണം എന്തോ അതാണ്. അതായത് ഈ ക്ഷണത്തിലെ അനുഭവം എന്താണോ അത് തന്നെയാണ് ജീവിതമെന്നും മനസ്സിലാക്കുക. ഇതെല്ലാം നമുക്കറിയാമായിരുന്നിട്ടും ഇത്രയും നിസ്സാരമായ സത്യം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. ഒന്നുകിൽ കൊഴിഞ്ഞുപോയ നിമിഷങ്ങളുടെ സ്മരണകളിൽ നാം നമ്മെ തളച്ചിടുന്നു, അല്ലെങ്കിൽ ആഗതമാകാൻ പോകുന്ന സമയത്തെക്കുറിച്ച് സങ്കല്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ജീവിതം ഒന്നിനും വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല. ഒരു സത്യം നാം ശരിക്കും മനസ്സിലാക്കിയാലും നമുക്ക് ഭാവി പ്രവചിക്കുവാനും കഴിയുകയില്ല, നമ്മുടെ ഭാവി നിർമ്മിക്കുവാനും കഴിയുകയില്ല. നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത് ധൈര്യത്തോടെയും സമർപ്പണത്തോടെയും ഭാവിയെ ആലിംഗനം ചെയ്യുക എന്നത് മാത്രമാണ്. ഭാവിയെ സ്വാഗതം ചെയ്യുവാനേ കഴിയുകയുള്ളൂ. അങ്ങനെയാകുമ്പോൾ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും ജീവിതമായി തന്നെ അനുഭവപ്പെടുകയില്ലേ? കഴിഞ്ഞുപോയ ഭൂതകാലവും വരാനിരിക്കുന്ന ഭാവി കാലവും നമ്മുടെ ചിന്തകളിൽ സംഘർഷങ്ങൾ മാത്രമേ തരികയുള്ളൂ. ആ സംഘർഷങ്ങളെയെല്ലാം മാറ്റിവെച്ച് ഈ നിമിഷം ആനന്ദകരമാക്കാൻ ശ്രമിക്കൂ.